പിണറായി വീണ്ടും ധർമ്മടത്ത് മത്സരിക്കും. ഹാട്രിക് സ്വപ്നം നടപ്പിലാക്കുക, അതാണ് 2026 പിണറായിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ഇനിയുള്ള ദൂരം കുറവാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്നതും പിണറായി വിജയൻ തന്നെയായിരിക്കും, അതിന് സംശയമില്ല. കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള ചില നീക്കങ്ങളും ഒപ്പം തന്നെ രാഷ്ട്രീയ എതിരാളികളോട് സ്വീകരിക്കേണ്ട ചില നിലപാടുകളുമൊക്കെ വളരെ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പിണറായി വിജയൻ നടപ്പിലാക്കുന്നുണ്ട്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് പാർട്ടിക്ക് അങ്ങനെ ഒരു തീരുമാനമുണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നതിന് പിണറായിയെ തന്നെ വീണ്ടും തിരിച്ചു വിളിക്കണമെന്നുള്ള തരത്തിലേക്ക്, അതിൽ ഈ പറയുന്ന വയസ്സോ പ്രായപരിധിയോ ഒന്നും ഒരു പ്രശ്നമാക്കുന്നില്ല. പകരം പിണറായി വിജയൻ തന്നെ നയിക്കട്ടെ, പിണറായി വിജയൻ തന്നെ നയിച്ച് മൂന്നാമതും അധികാരത്തിലേക്ക് എത്തട്ടെ എന്ന് പാർട്ടിയും തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ സാമുദായിക സമവാക്യങ്ങളൊക്കെ അനുകൂലമാക്കി ആ സാമുദായ സമവാക്യങ്ങളിൽ നിന്ന് ലഭിക്കാവുന്ന വോട്ടുകൾ മാക്സിമം ചേർത്ത് ഒരു പുതിയ സംവിധാനത്തിലൂടെ, അത് ഇപ്പോൾ ജാതിമത സമവാക്യങ്ങൾ എന്ന് പറയപ്പെടുന്ന ഇപ്പോൾ നമുക്കറിയാം, NSSനെ ഒപ്പം നിർത്തുക, SNDPയെ ഒപ്പം നിർത്തുക, കൂടാതെ ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ജോസ് കെ മാണി അടക്കം ഇറക്കി സഭകളുമായിട്ട് സംസാരിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടെ നിർത്തുക എന്നുള്ള ഒരു പുതിയ അജണ്ട CPM രൂപീകരിച്ചിട്ടുണ്ട്. ആ CPMന്റെ ആ അജണ്ട നടപ്പിലാക്കുന്നത് ഇനി ക്യാപ്റ്റൻ തന്നെയായിരിക്കും, അതായത് പിണറായി വിജയൻ തന്നെയായിരിക്കും. ആ പിണറായി വിജയനെ കൂടെ നേതൃത്വത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് പ്രായപരിധിയുടെ ഒരു സീമകളും ഇനിയില്ല. അത്തരത്തിൽ ഏതെങ്കിലും ഒരു ബാർ വെച്ചിട്ട് പിണറായി വിജയനെ മാറ്റി നിർത്താൻ പറ്റുന്ന തരത്തിലുമല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിണറായി വിജയൻ തന്നെ നയിക്കണം. കാരണം ഇവിടെ മൂന്നാമതൊരു വട്ടം കൂടിയുള്ള ഭരണത്തിന് വേണ്ടിയിട്ട് CPMന്റെ ഈ ഒരു യാത്ര, അല്ലെങ്കിൽ ഈ ഒരു നയിക്കാൻ പോകുന്ന ആള് എന്ന് പറയപ്പെടുന്ന പിണറായി വിജയൻ തന്നെയാണ്. CPMന്റെ സംഘടനാ കാര്യങ്ങൾ അടക്കം ഇനി മുഖ്യമന്ത്രിയായിരിക്കും വിലയിരുത്താൻ പോകുന്നത്. ഈ ഏകശിലയിലേക്ക് എത്തുന്നു എന്ന് പലവട്ടം ഞാൻ തന്നെ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഏകാധിപത്യ പ്രവണതയിലൂടെയാണ് ഇപ്പോൾ CPM മുന്നോട്ട് പോകുന്നത് എന്നും, ഇവിടെ പണ്ട് പാർട്ടി തീരുമാനിക്കും ബാക്കിയുള്ളവർ അനുസരിക്കുമെന്നുള്ളതായിരുന്നെങ്കിൽ ഇപ്പോൾ വിജയൻ തീരുമാനിക്കും അത് പാർട്ടി അനുസരിക്കും എന്നുള്ള രീതിയിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ള പ്രത്യേകത ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംവിധാനങ്ങളുമാവട്ടെ, ഇപ്പോൾ CPMന്റെ സംഘടനാ കാര്യങ്ങൾ അല്ലെങ്കിൽ സംഘടനാ സംവിധാനങ്ങൾ അടക്കം കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഇനി മുതൽ പിണറായി വിജയൻ അറിഞ്ഞിട്ട് തന്നെയായിരിക്കും. അങ്ങനെ അറിഞ്ഞാൽ മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. അതായത് പഴുതുകൾ അടച്ചുള്ള സംഘടനാ പ്രവർത്തനം, അതാണ് ലക്ഷ്യമിടുന്നത്. പല സ്ഥലങ്ങളിലും മേഖലാ സമ്മേളനങ്ങൾ അടക്കം നടത്തി DYFIയുടെയും CPMന്റെയും സമ്മേളനങ്ങളിലേക്ക്, അല്ലെങ്കിൽ DYFIയുടെ സമ്മേളനങ്ങൾ നടത്തി യുവാക്കളെ കുറച്ചുകൂടി പ്രോത്സാഹിപ്പിക്കുവാനുള്ള ശ്രമം ഇപ്പോഴേ നടത്തിക്കഴിഞ്ഞു. 4-5 മാസങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലായിരിക്കണം പ്രവർത്തനങ്ങളെന്ന്, അത് ഏത് തരത്തിൽ ഏകോപിപ്പിക്കണമെന്നുള്ള മാനസിക അവസ്ഥയിലേക്ക് ഒരു പാർട്ടിയെ കൊണ്ടെത്തിക്കുവാൻ പിണറായി വിജയൻ ഇപ്പോഴേ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു. അതിൻ്റെ ഒന്നാം ഘട്ടമാണ് DYFI പോലുള്ള യൂത്ത് ബ്രിഗേഡ്സിനെ കുറച്ചുകൂടി ശക്തമാക്കുവാനുള്ള മേഖലാ സമ്മേളനം അടക്കം ഇപ്പോൾ നടക്കുന്നത്. അവരുടെ പാർട്ടി സമ്മേളനം നടക്കും താമസിയാതെ. അപ്പോൾ ആ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പാർട്ടിയെ പോലും തൻ്റെ കൈവെള്ളയിലേക്ക് കൊണ്ടുവരുവാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം മുഖ്യമന്ത്രി തന്നെയാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ആ വ്യക്തി തന്നെയാണ് മുഖ്യമന്ത്രിയും, ആ മുഖ്യമന്ത്രി തന്നെയാണ് പാർട്ടിയുമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ്. AKG സെന്ററിന്റെ അടക്കം ഇപ്പോൾ നമുക്ക് അറിയാവുന്നത് എന്താണ്, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. പക്ഷേ AKG സെന്ററിന്റെ കൂടി ഭരണം നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് പിണറായി വിജയൻ വളർന്നിരിക്കുന്നു. അവിടെ ഒരു ഗോവിന്ദൻ മാസ്റ്ററിൻ്റെ ഒന്നും ആവശ്യമുള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ഗോവിന്ദൻ മാസ്റ്റർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ക്ലർക്കിൻ്റെ പണി ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുവാനായിട്ട് അവിടെ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ഏകശിലയിൽ കടഞ്ഞെടുത്ത വിഗ്രഹമുണ്ട്, അതുമാത്രം മതി. ആ പറയുന്ന വ്യക്തി പറയുന്നത് ബാക്കിയുള്ളവർ അനുസരിക്കുക എന്ന തരത്തിലേക്ക് ഒരു കേഡർ സംവിധാനത്തിലെ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി എത്തിയെന്നറിഞ്ഞതിൽ മാത്രമാണ് ഖേദം. കാരണം അങ്ങനെ അല്ലായിരുന്നു ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും. അല്ലെങ്കിൽ പിണറായി വിജയന് മുൻപും പിണറായി വിജയന് ശേഷവും എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ഒരു കാലാവസ്ഥയുണ്ട്. അല്ലെങ്കിൽ പിണറായി വിജയന് മുമ്പുള്ള ഒരു നേതാക്കന്മാരുണ്ടായിരുന്നു. ആ നേതാക്കന്മാർ അനുവർത്തിച്ചിരുന്ന, അല്ലെങ്കിൽ അവർ അനുവദിച്ചിരുന്ന ഒരു സ്വാതന്ത്ര്യവും ഇന്നത്തെ പാർട്ടിക്കുള്ളിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പാർട്ടി സെക്രട്ടറിമാർക്കുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടി. ഇന്നത്തെ പാർട്ടി സെക്രട്ടറിക്ക്
ഇന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ അനങ്ങാൻ കഴിയില്ല. ഈ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് മുഖ്യമന്ത്രി തീരുമാനിക്കും. അതുപോലെ തന്നെ ഈ ഇപ്പോൾ നടക്കാൻ പോകുന്ന എല്ലാ ജില്ലകളിലെയും പാർട്ടി നേതൃയോഗങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഇനി AKG സെന്ററിലാണ് ചേരാൻ പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ AKG സെന്റർ, അപ്പോൾ തിരുവനന്തപുരം, എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ അടക്കം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന് കഴിഞ്ഞു. ഓരോ ജില്ലയ്ക്കും ടാർഗറ്റുകൾ നിശ്ചയിച്ച് നൽകും. എന്നിട്ടോ സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ തയ്യാറാക്കാൻ പോകുന്നു. ആ കർമ്മ പദ്ധതികളിലൂടെ അത് ജനങ്ങളുടെ ഇടയിലേക്ക് അറിയിക്കാൻ പോകുന്നു. സംഘടനയിൽ മുഖ്യമന്ത്രി പിടിമുറുക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന് സംഘടനയിൽ രണ്ടാമൻ്റെ റോളിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ചുരുങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ അതാണ് പറഞ്ഞത്. അനങ്ങാൻ കഴിയാത്തവണ്ണം MV ഗോവിന്ദൻ കെട്ടപ്പെട്ടിരിക്കുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് ഒരു പാർട്ടി സെക്രട്ടറി അധപ്പതിച്ചിരിക്കുന്നു, തരം താണിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എല്ലാത്തിനും മുകളിൽ ഒരേ ഒരാൾ എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. പിണറായി വിജയനിലേക്ക് മാത്രം ഇതെല്ലാം ചുരുങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, സ്വർണ്ണപ്പാളി വിവാദം ഉൾപ്പെടെ സർക്കാരിനും പാർട്ടിക്കുമേറ്റുള്ള കനത്ത ആഘാതം എന്ന് പറയപ്പെടുന്നത്, വലിയ ആരോപണങ്ങൾ എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നേരിട്ട് രംഗത്തിറങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്നെ നയിക്കട്ടെ എന്നുള്ള തരത്തിലേക്ക് പാർട്ടിക്കുള്ളിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. വേറെ ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. അതുകൊണ്ടാണ് ധർമ്മടത്ത് വീണ്ടും പിണറായി വിജയൻ മത്സരിക്കുവാനുള്ള സാധ്യത വളരെയാണ്. അദ്ദേഹം തന്നെയാണ് മത്സരിക്കാൻ പോകുന്നത്. ധർമ്മടത്ത് പിണറായി വിജയൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. CPM-ന്റെ ഭരണ തുടർച്ചയ്ക്ക് പിണറായി മുന്നിലുണ്ടാകണമെന്നുള്ള വാദം CPM-ൽ തന്നെ വളരെ സജീവമാണ്. ചിലർക്കൊക്കെ അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അതൊന്നും പറയുവാനോ പ്രകടിപ്പിക്കുവാനുള്ള വേദി പോലും AKG സെന്ററിൽ കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിണറായി വിജയന് കീജയ് വിളിക്കുവാനും പിണറായി വിജയന് വേണ്ടിയിട്ട് വാദിക്കുവാനും മാത്രമുള്ള ഒരു സംഘമായി CPM എന്ന് പറയപ്പെടുന്ന സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന സമിതിയൊക്കെ മാറുന്നു എന്നതിലാണ് സങ്കടമെന്ന് കൂടി പറയട്ടെ. സ്വാതന്ത്ര്യത്തോടുകൂടി സോഷ്യലിസം പ്രസംഗിക്കാൻ കഴിയുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടായിരുന്ന വലിയൊരു നാടായിരുന്നു ഈ കേരളം. അവിടെയാണ് ഇപ്പോൾ ഒരാളിലേക്ക് ഈ പാർട്ടി എത്തപ്പെടുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ വേദനാജനകമായ കാര്യമാണ് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും CPM-ന്റെ വിലയിരുത്തലുകൾ നല്ലതാണ്. CPM-നെ നയിക്കാൻ മറ്റൊരു നേതാവും ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. പിണറായി വിജയൻ തന്നെയാണ് ഇതിന് പറ്റിയ നേതാവ് എന്നുള്ളത്. അപ്പോൾ പിണറായിക്ക് വീണ്ടും നായകനാകാൻ അവസരമൊരുക്കുന്ന തരത്തിലേക്ക് CPM-ന്റെ ദേശീയ നേതൃത്വം അടക്കം അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം MA ബേബിക്ക് എന്തായിരുന്നാലും ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ ദേശീയ നേതൃത്വത്തിന്റെ ജനറൽ സെക്രട്ടറി ആക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ ഒരക്ഷരം പിണറായി വിജയനെതിരെ മിണ്ടാൻ MA ബേബിക്ക് കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം ഒന്നും മിണ്ടില്ല. പകരം ദേശീയ നേതൃത്വം അടക്കം ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അധികാരം നിലനിർത്തുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് ദേശീയ നേതൃത്വത്തിനടക്കം അറിയാം. കാരണം ആകെ ഉള്ള ഒരു തുരുത്താണ് ഈ കേരളം എന്ന് പറയപ്പെടുന്നത്. അതിൽ അധികാരം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഈ പാർട്ടി എന്ന് പറയപ്പെടുന്നത് എവിടെയെങ്കിലും ചുവന്ന നിറത്തിൽ ചെറുതായ ഒരു പൊട്ടായി മാറുന്നൊരവസ്ഥയിലേക്ക് എത്തപ്പെടുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് എങ്ങനെയും ആരുടെ കയ്യും കാലും പിടിച്ചിട്ടാണെങ്കിലും ശരി, അല്ലെങ്കിൽ ജാതി മത സമവാക്യങ്ങളെ കൂടെ കൂട്ടിയിട്ടാണെങ്കിലും ശരി, സാമുദായികമായിട്ടുള്ള എന്ത് അനിഷ്ടങ്ങൾ ഉണ്ടെങ്കിലും അവയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ന്യൂനപക്ഷ പീഡനമടക്കമുള്ളവ നടത്തിയാലും ശരി, എങ്ങനെയും അധികാരത്തിലേക്ക് തിരിച്ചെത്തണം എന്നുള്ളതാണ് ലക്ഷ്യം. ഇതൊക്കെ ദേശീയ നേതൃത്വം അംഗീകരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരും ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആഗോള അയ്യപ്പ സംഗമം, ഭിന്നശേഷി നിയമനം തുടങ്ങിയ വിവാദങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വിവിധ സാമുദായിക വിഭാഗങ്ങളെ സർക്കാരും പാർട്ടിയുമായിട്ട് അടുപ്പത്തിലാക്കാൻ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. കാരണം പലപ്പോഴും അയ്യപ്പ സംഗമം നടത്തിയത് എന്തിനാണ് എന്നും ഇപ്പോൾ ഈ പാർട്ടിയുമായിട്ട് അടുക്കാതെ നിൽക്കുന്നവരെ അടുപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്നും ചോദിച്ചാൽ മൂന്നാമതും ഞാൻ തന്നെ അധികാരത്തിലേക്ക് എത്തണമെന്നുള്ള പിണറായി വിജയന്റെയും പാർട്ടിയുടെയും അദമ്യമായ ആഗ്രഹമാണ് എന്നുള്ളതാണ്. അപ്പോൾ തുടർഭരണം ഉറപ്പാക്കുവാനുള്ള നിർദ്ദേശവുമായിട്ട് 1.5 മാസം മുമ്പ് CPM ഒരു MLA-മാരുടെയൊക്കെ പ്രത്യേക യോഗം തന്നെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരുന്നു. ഇതിന് പുറമെയാണ് വിവിധ ജില്ലകളിൽ തദ്ദേശ ജനപ്രതിനിധികളുടെ പ്രത്യേക യോഗങ്ങൾ ചേർന്നത്. പല MLA-മാർക്കും 2 ടേമിൽ ഇളവ് നൽകി മത്സരിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടത്താൻ പോകുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിൽക്കുന്ന മിക്ക സിറ്റിംഗ് MLA-മാർക്കും വീണ്ടും മത്സരിക്കുവാനുള്ള അവസരം ലഭിക്കുമെന്നുള്ള പ്രത്യേകത കൂടി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അങ്ങനെ ആകുമ്പോൾ എല്ലാ MLA-മാരോടും മണ്ഡലങ്ങളിൽ സജീവമാകാൻ മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ഒരു വട്ടം കൂടി അവർക്ക് മത്സരിക്കുവാനുള്ള അവസരം ലഭിക്കാൻ പോകുന്നു.
പാർട്ടിയുടെ മറ്റു നിലപാടുകളിൽ നിന്നുള്ള മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് നമുക്കറിയാമല്ലോ, 2 ടേം പൂർത്തിയാക്കിയ മിക്ക MLA മാരും വീണ്ടും മത്സരിക്കുക തന്നെ ചെയ്യും. അത് പ്രശാന്ത് ആണെങ്കിലും ശിവൻകുട്ടിയാണെങ്കിലും ആരാണെങ്കിലും വീണ്ടും മത്സരിക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ ശിവൻകുട്ടി വീണ്ടും നിയമത്തിൽ നിന്ന് മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ കണ്ണൂരിലെ ഉറച്ച കോട്ടകളിൽ 2 ടേം എന്ന് പറയപ്പെടുന്ന ഒരു മാനദണ്ഡമുണ്ട്. അത് കർശനമായി നടപ്പാക്കുകയും ചെയ്യും എന്നുകൂടി അറിയുന്നുണ്ട്. അപ്പോൾ അവിടെയും ചില വിഭാഗീയ മണം അടിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വേറൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാവുന്ന വിഷയങ്ങളുമാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ട് സർക്കാരിന് നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകിയ NSS ഉണ്ടല്ലോ, ആ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നടപടി എന്ന് പറയപ്പെടുന്നത് 3ാം ഭരണം കാത്തിരിക്കുന്ന ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റാണ്. ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അങ്ങനെ CPM-ന്റെ വിലയിരുത്തൽ അതാണ്. NSS കൂടിയിരിക്കുന്നു, SNDP നേരത്തെ തന്നെ കൂടെയുണ്ട്, ഇനി ക്രിസ്ത്യാനികളെ കൂടി നമ്മുടെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഭരണം ഉറപ്പായി എന്നുള്ളതാണ്. അപ്പോൾ 1ാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുള്ള വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിലടക്കം പരോക്ഷമായി ഏറ്റുമുട്ടിയിട്ടുള്ളവരാണ് ഈ NSS-ഉം ഒപ്പം തന്നെ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയും LDF-ഉം ഒക്കെ. അപ്പോൾ അന്ന് യുവതീ പ്രവേശനത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ NSS-ന് ഏറെ സ്വാധീനമുള്ള ഒരു മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ വട്ടിയൂർക്കാവ് തന്നെയായിരുന്നു. പക്ഷേ അവിടെ NSS-ന്റെ തീരുമാനം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ എന്നാൽ NSS-നെ ഇണക്കാനുള്ള നടപടി സർക്കാരിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അധ്യാപക നിയമ സംവരണ പ്രശ്നത്തിൽ സർക്കാർ NSS-നെ കാര്യമായിട്ട് പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ ഈ സുകുമാരൻ നായരെ നേരിട്ട് ചെന്ന് കാണാൻ വേണ്ടി മുഖ്യമന്ത്രി എത്തിയതും വലിയ വാർത്തയായിരുന്നു. അപ്പോൾ ഇത്തരം ഇടപെടലുകളൊക്കെ വിവിധ സമുദായ സംഘടനകളുടെ കാര്യത്തിൽ പിണറായി വിജയൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകതയല്ല, അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുവാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ LDF-നെ നയിക്കാൻ ഒരിക്കൽ കൂടി പിണറായി വിജയനെ നിയോഗിക്കാൻ തന്നെയാണ് CPM-ന്റെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് വസ്തുതയും അത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇന്ത്യയിൽ ഇടത് ഭരണം അവശേഷിക്കുന്ന ഒരേ ഒരു തുരുത്തായിട്ടുള്ള കേരളത്തിൽ 3ാം ജയത്തിലേക്ക് പാർട്ടിയെയും മുന്നണിയെയും നയിക്കുവാൻ പിണറായിയെ പോലൊരാളില്ല. മറ്റൊരാളിനെ ഇവിടെ തിരഞ്ഞെടുക്കാൻ കഴിയാത്തവണ്ണം അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയാത്തവണ്ണം പാർട്ടി ശോഷിച്ചു പോയിരിക്കുന്നു, ശുഷ്കമായിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ നേതാക്കളില്ലാത്ത ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു. അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനും ഒപ്പം തന്നെ പിണറായിലൂടെ 2021 മാജിക് ആവർത്തിക്കാമെന്ന് തന്നെയാണ് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ കണക്കുകൂട്ടൽ എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ഇപ്പോൾ മറ്റൊരു പേര്, പിണറായിക്ക് പകരം മറ്റൊരു പേര് ചിന്തിക്കാൻ കഴിയുമോ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും ഉത്തരവില്ല. ഇവിടുത്തെ ജനറൽ സെക്രട്ടറിയോട്, ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചാൽ സംസ്ഥാന സെക്രട്ടറിക്ക് പിണറായി വിജയനപ്പുറം മറ്റൊരു നേതാവില്ല. ദേശീയ നേതൃത്വത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ദേശീയ നേതൃത്വം തന്നെ നിലനിൽക്കുന്നത് ഈ സംസ്ഥാനത്ത് ഭരണമുള്ളത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ നിൽക്കുന്ന ദേശീയ നേതൃത്വം എന്ന് പറയപ്പെടുന്നത് ഇതിന് കമാന്നൊരു അക്ഷരം മറുപടി പറയില്ല, ഇതിനെ പ്രതികരിക്കുകയില്ല. പകരം പിണറായി നയിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ LDF-ന്റെ എല്ലാ തരത്തിലുമുള്ള തന്ത്രങ്ങൾ അവർ മെനഞ്ഞു കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഈ സാമുദായിക സംഘടനകളെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. NSS-നെയും SNDP-യെയും കൂട്ടുപിടിച്ചതുപോലെ തന്നെയാണ് ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലെ ചർച്ച സഭകളിൽ, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള സഭകളിലടക്കം നടത്തി. ജോസ് കെ മാണിയുടെ ഒരു നേതൃത്വത്തിൽ സഭകളെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രിസ്ത്യാനികളുടെ ഒരു സാന്നിധ്യം കൂടി ഉൾപ്പെടുത്തുവാനും ആ ക്രിസ്തീയ സമുദായത്തെ കൂടി ഇതിനകത്ത്, ക്രിസ്ത്യൻ ആൾക്കാരെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി അവരുടെ വോട്ട് കൂടി നേടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ സമുദായങ്ങളെ ചേർത്ത് നിർത്തുവാനുള്ള ശ്രമം നടത്തി മുന്നോട്ട് പോകുക. അപ്പോൾ ഈ പരിപാടികളൊക്കെ ഏകദേശം 1 വർഷത്തിന് മുൻപേ തന്നെ പിണറായി വിജയൻ ആരംഭിച്ചതാണ്, LDF ആരംഭിച്ചതാണ്. ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് ഇനിയും ഒരു 3ാമത് അംഗമുണ്ടാവുകയും ഈ പറയുന്ന 3ാമത്തെ വട്ടവും വീണ്ടും ഇടതുപക്ഷം തന്നെ കേരളം ഭരിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. അവിടെയാണ് പിണറായി വിജയൻ അടക്കം അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. പിണറായിയുടെ മണ്ഡലം എന്ന് പറയപ്പെടുന്നത് ഈ അദ്ദേഹം ഇപ്പോൾ തന്നെ മത്സരിച്ച സ്ഥലത്ത് തന്നെയായിരിക്കും. അവിടെ നിന്ന് മാറുന്ന വിഷയമില്ല, ധർമ്മടത്ത് തന്നെ നിന്ന് മത്സരിക്കുവാനുള്ള സാധ്യത തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ 3ാമതും ഈ പറയുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി കേരളത്തിൽ അവരോധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.